Hi all, welcome to Studying PSC ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2, 3 ശരി. ശരിയായ പ്രസ്താവനകൾ: കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, ബി, സി, ഡി ശരി. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916, വൈക്കം സത്യാഗ്രഹം നടന്നത് 1924, അതും കൂടെ ഓർത്തു വയ്ക്കുക. വൈക്കം സത്യാഗ്രഹം 1924. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, 3, 4 ശരി. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ, ആര്യസമാജം ദയാനന്ദ സരസ്വതി. അതും കൂടെ ഓർത്തു വയ്ക്കുക. ആര്യസമാജം ദയാനന്ദ സരസ്വതി. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 1783 പാരീസ് ഉടമ്പടി. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിൽ ഉള്ള രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻ ബി ഏഷ്യ. (2023) ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം? ഓപ്ഷൻ എ 10. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം? ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം? ഓപ്ഷൻ ഡി ഹോക്കി. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഉദ്യോഗ സംവരണം. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ഓപ്ഷൻ ബി 1, 3 എന്നീ പ്രസ്താവനകൾ ശരി. ശരിയായ പ്രസ്താവനകൾ: വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ധാരാതലീയ ഭൂപടത്തിൽ കാണുന്നു. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി ചിനൂക്ക്. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഓപ്ഷൻ ബി 6:30 AM. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഓപ്ഷൻ സി മാണ്ടമസ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക്
ഊന്നൽ നൽകി. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഓപ്ഷൻ സി ചോളം. നാണ്യവിളകളാണ് പുകയില, കാപ്പി, കരിമ്പ്. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കുവേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി കൂട്ട്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ഓപ്ഷൻ എ 2100 കലോറി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് 1, 2 ആൻഡ് 3. ശരിയായ പ്രസ്താവനകൾ: സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ബി only 3. ശരിയായ പ്രസ്താവന: പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് 1, 2 ആൻഡ് 3. തന്നിരിക്കുന്നത് എല്ലാം തെറ്റായ പ്രസ്താവനകളായതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി only 1 and 2. ശരിയായ പ്രസ്താവനകൾ: ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാന കമ്മിറ്റിയായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. അത് ഓർത്തു വയ്ക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് 1, 2 ആൻഡ് 3. ശരിയായ പ്രസ്താവനകൾ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയേത്? ഓപ്ഷൻ ഡി only 1 and 2. അർത്ഥ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അത് ഓർത്തു വയ്ക്കുക. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ only 1 and 2. ശരിയായ പ്രസ്താവനകൾ: ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി only 2 and 3. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ only 1 and 3. ശരിയായ പ്രസ്താവനകൾ: കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം, സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസഡേഴ്സ്. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ഓൾ ഓഫ് ദി എബോവ് 1, 2 ആൻഡ് 3. ശരിയായ പ്രസ്താവനകൾ: സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി.
2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ഒൺലി 1 and 2. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? ഓപ്ഷൻ ഡി വിറ്റാമിൻ എ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി മലമ്പനി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻ സി പാൻക്രിയാസ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഓപ്ഷൻ ബി ഋതു കരിദാൽ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? ഓപ്ഷൻ എ അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ക്ലോറോഫോം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഇനി 41 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. ഇപ്പോൾ ഇവിടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. 41C, 42A, 43C, 44B, 45D, 46D, 47B, 48C, 49D, 50D. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ക്ലാസ് സി. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസമാണ് ഓപ്ഷൻ എ ഉൽപ്പതനം. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ ഡി ഓക്സിജൻ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ഡി ഈഥൈൽ മെർക്യാപ്റ്റൻ. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലനപരിധി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 9. MSDSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ ബി മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിനു വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്. ഓപ്ഷൻ സി ഫ്ലാഷ് പോയിന്റ്. TECയിലെ ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര kg/kg ആണ്? ഓപ്ഷൻ ബി 2260. പ്രഥമ ശുശ്രൂഷയിൽ ഡ്രാബ് എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ എ ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകൾ ഇല്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്നും മുക്തി നേടുന്നതിന് സഹായിക്കുക. ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ഓപ്ഷൻ സി പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് കാരണം കൊണ്ടാണ്? ഓപ്ഷൻ ഡി ശക്തമായ തണുപ്പ് മൂലം. സ്കാൾഡ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവ്. മാക്സിമം ഇൻഹലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന
വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ ബി വൈറ്റൽ കപ്പാസിറ്റി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഓപ്ഷൻ ബി സ്റ്റേപ്പിസ് ബോൺ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? ഓപ്ഷൻ സി പ്രൈവറ്റ് സർവീസ് വാഹനം. ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങൾ എന്ന് നിർവചിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ M3. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? ഓപ്ഷൻ സി 365. ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും ഓപ്ഷൻ ഡി വെള്ള പ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം ഓപ്ഷൻ ബി പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ഡാഷ് ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ്. ഓപ്ഷൻ ബി 60. വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിലധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി 3. ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും ഡാഷ് മീറ്റർ മുമ്പിലും പിറകിലും വെക്കണം. ഓപ്ഷൻ ബി 20. മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിപ്പിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം ഓപ്ഷൻ എ 50 മീറ്റർ. പെഡസ്ട്രിയൽ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? ഓപ്ഷൻ സി 5 മീറ്റർ. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം ഓപ്ഷൻ എ 5 മീറ്റർ. എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഓപ്ഷൻ ബി 80 km/മണിക്കൂർ. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം. ഡ്രൈവർ പുക വലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക, യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോവുക, ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. ശരിയായ പ്രസ്താവനകൾ സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത പരിധി 50 km/h ആണ്. സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി 50 km/h ആണ്. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഓപ്ഷൻ ബി 1 ശരി 2 തെറ്റ്. ശരിയായ പ്രസ്താവന 6 ലൈൻ റോഡിലെ പരമാവധി വേഗത 110 km/h ആണ്. ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ഓപ്ഷൻ സി അൺലാൻഡഡ് വെയ്റ്റ്. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശ്യം സംബന്ധിച്ച ആധികാരിക രേഖ ഓപ്ഷൻ എ പെർമിറ്റ്. ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ ഓപ്ഷൻ ഡി എല്ലാം ശരി. ശരിയായ പ്രസ്താവനകൾ വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. കുട്ടിക്ക് 25 വയസ്സുവരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടി. വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണുകിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാലു ഓപ്ഷൻ സി 4 മാത്രം ശരി. ശരിയായ പ്രസ്താവന ഗുഡ് സമരിറ്റൻ ആയ ഒരാളുടെ അവകാശ പ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങളും ഒഴിവാക്കി അവിടെ നിന്ന് പോകാം. 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിന് സാക്ഷിയാകാൻ സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരി. ശരിയായ പ്രസ്താവനകൾ പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ.
ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. അങ്ങനെ മൊഴിയെടുക്കുമ്പോൾ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിലായിരിക്കണം. NHAA ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം. ഓപ്ഷൻ ബി ഫാസ്ടാഗ്. ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റം എന്നത്. ഓപ്ഷൻ സി 1, 2, 3, 4 ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്ന കുറ്റം. ശരിയായ പ്രസ്താവനകൾ: നിയമപരമായ വേഗതാ പരിധിക്കു മുകളിൽ വാഹനം ഓടിക്കരുത്, അപകടകരമായി വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത്, ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം. ഓപ്ഷൻ ഡി 1, 2 ശരി. പരിവഹൻ, ഡിജി ലോക്കർ. വൈറ്റഡ് ഡെസിബൽ DBA എന്തിൻ്റെ യൂണിറ്റാണ്? ഓപ്ഷൻ എ ശബ്ദത്തിൻ്റെ യൂണിറ്റ്. VLTD എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ഓപ്ഷൻ ബി വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബർ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ. ഓപ്ഷൻ സി അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടത്. സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ ഡി വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കാരിയേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിനടിക്കേണ്ട നിറം. ഓപ്ഷൻ ബി സിറ്റി ലൈം ഗ്രീൻ, മോഫ്യൂസിൽ ഡീപ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.